കലാസ്നേഹികളെ സാസി ഷോ അവതരിപ്പിക്കുന്നു മിന്നുന്നതെല്ലാം പൊന്നല്ല. കഥയുടെ 1-ാം ദിവസം ഓഗസ്റ്റ് 19 ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ദിവസം. അതാ നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് രക്ഷയില്ലാത്ത മലയാള സിനിമ. ഇത് മലയാള സിനിമയോ അതോ മാഫിയ സംഘമോ? മിന്നാ മിന്നി ഇത്തിരി പൊന്നെ, മിന്നണതെല്ലാം പൊന്നല്ല. മതി. സോറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്ന അവസരത്തിൽ അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഞാനൊന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. That stars to not just twinkle, not dust moon look. ഇവിടെ ഞാൻ വായിക്കാം. സഹൃദയ കേൾക്കുവിൻ. The sky is full of mysteries with the twinkle stars and the beautiful moon. അതൊരു വലിയ പാരഗ്രാഫ് ആയതുകൊണ്ട് അതിന്റെ അവസാന വരികൾ മാത്രം ഞാൻ വായിക്കുന്നു. Do not trust what you see, even salt look like a sugar. അവസരം വാഗ്ദാനം ചെയ്ത് ചൂഷണം, ലഹരി ഉപയോഗിച്ച് മോശമായുള്ള പെരുമാറൽ, വേദനത്തിൽ വിവേചനം, സോഷ്യൽ മീഡിയയിൽ ഉപദ്രവം, വാതിലിൽ നിർത്താതെയുള്ള മുട്ട്, കാസ്റ്റിംഗ് കൗച്ചും ലൈംഗിക പീഡനം, നിലപാടുള്ളവരോ ചീത്ത പെണ്ണുങ്ങൾ. ഇത്രയും വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോൾ സിനിമയിലെ ഒരു പ്രമുഖൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത്? ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല, ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. മനസ്സിലായോ? കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ, അല്ലേ? അപ്പൊ തന്നെ ആ സ്ത്രീ കാരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലേ ഈ പ്രശ്നം. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഇത്രയും നള്ളട്ടക്കി പിടിച്ച വേദനകളുമായി നടന്ന ഒരു കൂട്ടം സ്ത്രീകൾ അതാ വേലി പൊളിച്ച് പുറത്തേക്ക് വരുന്നു. സോണിയക്ക് പിന്നാലെ ഉഷ ഹസീന, അവൾക്ക് പിന്നാലെ ഗൗരി ലക്ഷ്മി. അപ്പോൾ മറുഭാഗത്ത് അമ്മയിൽ ഭിന്നത. ആര് പറഞ്ഞു പ്രതികരണം വൈകിയെന്ന്? പ്രതികരിച്ചല്ലോ. വൈകിട്ടുണ്ട്, നല്ല പോലെ വൈകിട്ടുണ്ട്, മാപ്പും ചോദിക്കുന്നു. ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലേ സുഹൃത്തുക്കളെ? ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധിക്കും? അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല. കഥയിൽ മുട്ടിയോ? ആര് മുട്ടി? എപ്പം മുട്ടി? കൃത്യമായ പേര് പറയണം. മുട്ടിയത് ആരാണെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും അത് വിശദമായി പരിശോധിക്കണം. പാർവതി തിരുവോത്തിനെ ഞങ്ങൾ വിലക്കിയിട്ടില്ല. WCC നമ്മുടെ ശത്രുക്കളല്ല. ആരോപണങ്ങളെല്ലാം അന്വേഷിക്കണം. അതേസമയം മറ്റൊരിടത്ത് കാസ്റ്റിംഗ് കൗച്ചോ? അതെന്താ മാധ്യമപ്രവർത്തകരെ? എനിക്കൊന്നും അറിയില്ല, എനിക്ക് ആരെയും അറിയില്ല. കഥകിൽ തട്ടുവോ? അതെന്തിനാ? എനിക്ക് ഇന്ന് നിമിഷം വരെ സിനിമയിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വേദന എനിക്ക് അറിയില്ല. അപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനലിൽ വെച്ച് ഒരു അച്ഛന്റെ രോദനം കേൾക്കുന്നത്. നീ ഓരോന്നും പറയില്ലേ, ഓരോ കമ്മീഷനൊക്കെ വന്നോണ്ടിരിക്കുന്ന കാലം ചുമ്മാ കല്യാണം മറ്റൊന്നും പറഞ്ഞോണ്ടിരിക്കല്ലേ. നീ എന്റെ വാതിലൊന്നും മുട്ടല്ലേ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ. മോൾ അറിഞ്ഞില്ലാന്ന് തോന്നുന്നു സുമാ കമ്മീഷൻ ഇറങ്ങിയ കാര്യം. മനസ്സിലായില്ല. സുമോ അല്ല, ടാറ്റ സുമോ. അങ്ങനെ പരിചാടലും തമ്മിത്തല്ലും ഒക്കെയായിട്ട് ആകെ ബോറടിച്ചിരിക്കുവായിരുന്നു. അപ്പോഴാണ് അങ്ങ് ബംഗാളിൽ നിന്നൊരു സുന്ദരി വരും. അവൾ ആരെയാണ് ലക്ഷ്യം വെച്ച് അത് അവളെ താലം വെച്ച് സ്വീകരിക്കൂ. അവളുടെ വരവിന്റെ വേഗത കൂടുന്നു. എവിടെയൊക്കെയോ രാജി. ഏത് രാജി? 2 രാജി. ഓ മൈ ഗോഡ്. രഞ്ജിത്തിനെതിരെ ഉണ്ടായ ആരോപണം രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറി അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന തരത്തിലേക്കുള്ള ഒരു പരാതിയാണ് ഈ ഉന്നയിച്ചത്. രഞ്ജിത്ത് എന്ന വൻമരം വീണു. അടുത്തതാര്? അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. രഞ്ജിത്തിനു പിന്നാലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ രാജി. രഞ്ജിത്തും പോയേ, ഓ ഓ, സിദ്ദിഖും പോയേ, ഓ ഓ, അധികാരവും പോയേ, ഓ ഓ, ഉപ്പു തിന്നവൻ, ഓ ഓ, വെള്ളം കുടിക്കും. അമ്മയുടെ പ്രസിഡന്റിന്റെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടോ? ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് ശംഭുച്ചേട്ടൻ പറയാൻ പറഞ്ഞു. പിറ്റേന്ന് വെളുപ്പാൻ രാവിലെ കേരള ജനത കണി കണ്ടുണരുന്നത് അവളെയാണ്. എന്താണ് അവൾ പറഞ്ഞത്? മണിയമ്പിള്ള രാജ്യം, ഇടവേള ബാബു, പിന്നെ ഒരു സർപ്രൈസ് വിക്കറ്റ് ജയസൂര്യ. അപ്പോഴത്തെ ക്ലാരിറ്റിയോടെ ഒരു ചെറുപ്പക്കാരന്റെ പരസ്യ പ്രസ്താവന. ഇങ്ങനെ ഒരു തിരുത്തൽ, ശരിയായ ദിശയിലേക്കുള്ള ഒരു വഴിമാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും. അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന് ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അച്ചമ്പി, ആർക്കൊക്കെ എവിടേക്കോട്ടൊരു കുത്തം കാണാത്ത പോലെ നിൽക്കാം.
കഥ ഇവിടെ അവസാനിക്കുന്നില്ല. സാസി ഷോ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, മിന്നുന്നതെല്ലാം പൊന്നല്ല.